നമസ്കാരം. വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം കോവിഡ് ഭീതി പടർന്നിരിക്കുന്നു. ഇതിലും 24 മണിക്കൂറിനിടെ 100-ലധികം പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒരു മരണവും സംഭവിച്ചിട്ടുണ്ട്. പുതിയതായി 128 കോവിഡ് കേസുകളാണ് സ്ഥിരീകരിച്ചത്. ഒരു കോവിഡ് മരണവും ഇന്നലെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ സംസ്ഥാനത്തെ ആകെ ആക്റ്റീവ് കേസുകളുടെ എണ്ണം 3128 ഇന്നലെ രാജ്യത്താകെ 312 കേസുകളാണ് സ്ഥിരീകരിച്ചത്. രാജ്യത്തെ 77% കോവിഡ് രോഗികളും നിലവിൽ കേരളത്തിലാണുള്ളത്. മഹാരാഷ്ട്രയിലും കോവിഡ് രോഗികൾ ഉയരുക തന്നെയാണ്. ഇന്നലെ 50 പുതിയ കേസുകളാണ് മഹാരാഷ്ട്രയിൽ സ്ഥിരീകരിച്ചത്. അതേസമയം 2 ഡോസ് വാക്സിനും ബൂസ്റ്റർ ഡോസുകളും സ്ഥിരീകരിച്ചവർ വീണ്ടും ബൂസ്റ്റർ വാക്സിൻ സ്വീകരിക്കേണ്ടതില്ല. എന്നാൽ 60 വയസ്സിന് മുകളിലുള്ളവരും മറ്റു രോഗാവസ്ഥയിലുള്ളവരും മാത്രമാണ് ബൂസ്റ്റർ ഡോസ് എടുക്കേണ്ടതെന്നും ആരോഗ്യ വിദഗ്ധർ എന്തായാലും ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാനവുമായി അതിർത്തി പങ്കിടുന്ന ഇടങ്ങളിൽ കർണാടക കോവിഡ് ബോധവൽക്കരണം തുടങ്ങിയിട്ടുണ്ട്. ദക്ഷിണ കന്നഡ ജില്ലയിലെ തലപ്പാടി, സാറാടുക്ക, സ്വർഗ, പുള്ളിപ്പതാവ്, ജാൽസൂർ എന്നിവിടങ്ങളിലാണിത്. കേരളത്തിൽ കോവിഡ് ഉയർന്ന സാഹചര്യത്തിലാണ് കർണാടകയുടെ നടപടി. ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ബോധവൽക്കരണം മാത്രമാണ് ഈ കേന്ദ്രങ്ങളിൽ. ഇതിനായി പ്രത്യേക ഉദ്യോഗസ്ഥരെ നിയമിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികളിൽ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ പരിശോധന നടത്താൻ കർണാടകയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടയിൽ കർണാടകയിൽ കോവിഡ് വകഭേദമായ JN1 റിപ്പോർട്ട് ചെയ്തു. ഉടുപ്പി സ്വദേശിയെ 82 വയസ്സുകാരനാണ് ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നത്.